ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിയോ മോഷൻ്റെ നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് വീൽ ചെയർ പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ഫുൾ ബ്ലാക്കിൽ വരുന്ന നിയോ മോഷൻ്റെ നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡിങ് വീൽ ചെയറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ മോട്ടറിൽ സ്റ്റാൻഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ മാനുവലായിട്ട് ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വീൽ ചെയർ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിപ്പം നിയോ മോഷൻ ഇപ്പോൾ ലാസ്റ്റ് ഇറക്കിയിട്ടുള്ളതാണ്. അവരുടെ മുമ്പത്തെ മോഡലിലും ഇങ്ങനത്തെ ഒരു വീൽ ചെയർ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ലാസ്റ്റ് ഇപ്പം പുതിയതായിട്ട് കൊടുക്കുന്നൊരു മോഡലാണ് നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആളുകൾ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ ഫ്രണ്ടേജിലേക്ക് നോക്കുമ്പം ഇവിടെ നല്ല ഷേപ്പിലുള്ള ഒരു കുഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ നീ ലോക്കാണ്. നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്ക്, നമ്മുടെ കാലിൻ്റെ മുട്ട് മുന്നിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നീ ലോക്കാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പല ആൾക്കാർക്കും പല രൂപത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇത് വെൽക്രൂ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഊരി മാറ്റി വെക്കുകയും ചെയ്യാം. മാനുവലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഊരി മാറ്റി വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഫൂട്ട് റെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വീതിയുള്ള ഒരു ഫൂട്ട് റെസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇത് റിമൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിൽ പെർമനൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള, സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഉറപ്പ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് പെർമനൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ല ഉറപ്പുള്ള ഒരു ഫൂട്ട് റെസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 6 ഇഞ്ചിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള വീല് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വീലിലേക്ക് വരികയാണെങ്കിൽ നല്ല ഫ്രെയിമിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലിൽ ചെയ്തിട്ടുള്ള എയർ അടിക്കുന്ന ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള റിമ്മാണ്, പിടിക്കാൻ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു റിമ്മാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബാക്ക് വീൽ നമുക്ക് ക്വിക്ക് റിലീസാണ്. ഇത് വേണ്ടാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 വീലും ഊരി മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹൈഡ്രോളിക് മോട്ടറിലാണ് അതിൻ്റെ സ്റ്റാൻഡിങ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലഗും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാറ്ററിയിലൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് ബാറ്ററി വേണമെങ്കിൽ പവർ ഓഫ് ചെയ്യാനും പവർ ഓൺ ചെയ്യാനും ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജിങ് പോയിൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ബാറ്ററി വെച്ചിട്ടുള്ളത്. വേണ്ട സമയത്ത് ഇത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അതുപോലെ ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ആൻറ്റി ടിപ്പർ, നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ നിയോ ഫ്ലൈയിലൊക്കെ വരുന്ന പോലെ തന്നെ 2 ആൻറ്റി ടിപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ബാക്കിലേക്ക് മറിഞ്ഞു പോകത്തില്ല. അതുപോലെ നമുക്ക് ബൈസ്റ്റാൻഡർമാരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ 2 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് ഇങ്ങനെ നമുക്ക് വേണ്ട, പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ, അതുപോലെ ഇത് 2 നമുക്ക് വേണ്ടാത്ത സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ ജസ്റ്റ് ഇവിടെ കൊടുത്ത് ലോക്ക് ചെയ്ത് ലോക്കാവും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് വീൽ ചെയറാണ് ഈ കാണുന്നത്. നല്ല അപ്പോളിസ്റ്ററി, നല്ല കുഷ്യനൊക്കെയാണ്. നമുക്കിത് വേണമെങ്കിൽ ഇതേപോലെ റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഇതേപോലെ ഈ ഇരിക്കുന്ന കുഷ്യൻ വെൽക്രൂ ആണ്. ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഈ ചാരുന്ന ഭാഗം, ഈ ലോക്ക് ഇവിടെ ബാക്കിലൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ഇവിടെ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ റെഡ് ആൻഡ് ബ്ലാക്ക് കളറുള്ള സാധനം വരുന്നുണ്ട്. ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഗാർഡ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജസ്റ്റ് ആ ലോക്ക് പിടിച്ച് വലിച്ചാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആംബ്രസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മറിച്ച് വെക്കാൻ പറ്റും. ഇതും കൂടി താഴേക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമാണ് ഈ വീൽ ചെയർ ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വണ്ടിയിലോ കൊണ്ടുപോകുമ്പോൾ ആ നീലോക്ക് നമുക്ക് അഴിച്ച് മാറ്റാം. ബാക്ക് റെസ്റ്റ് ഇതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് മടക്കി വെക്കാം. അതുപോലെ തന്നെ ഇത് നിർത്തണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്ത് ലോക്ക് ചെയ്യൽ മാത്രമാണ് ചെയ്യാനുള്ളത്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നിയോ ഫ്ലൈയിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഫോൾഡിങ്ങും അൺഫോൾഡിങ്ങും വരുന്നത്. പിന്നെ വീൽ 2 നമുക്ക് ഊരി മാറ്റി കഴിഞ്ഞാൽ ആ ഫ്രെയിം മാത്രമായിട്ട് വണ്ടിയുടെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ സ്പോഞ്ചിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ടുള്ള സ്പോഞ്ചാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ വെൽക്രൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. നമുക്കിതിൻ്റെ സ്റ്റാൻഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്രോസ് ബെൽറ്റ് വന്നിട്ടുണ്ട്. നമ്മളെ ഷോൾഡർ മുതൽ നമ്മളുടെ അരഭാഗം വരെ, തൊടഭാഗം വരെയൊക്കെ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് വന്നിട്ടുണ്ട്.
അതുപോലെ നീ ലോക്കും വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ തടഞ്ഞു നിർത്തുന്നത്. നമുക്ക് സുഖമായിട്ട് ഇതിൽ നിൽക്കാനും ഇരിക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിനായിട്ട് ഈ ബാറ്ററിയിലാണ് ഇതിൻ്റെ പ്ലഗിങ് വരുന്നത്. ഈ ബാറ്ററിയിലേക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട്, അതിനാണ് പവർ പോകുന്നത്. ആ പവർ വെച്ചുകൊണ്ട് ഒരു ഹൈഡ്രോളിക് മോട്ടർ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സൈഡിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണിത് നിൽക്കുക എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററിയിൽ പവർ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ബാറ്ററിയിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഓഫായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓൺ ചെയ്യുമ്പം അവിടെ ഒരു റെഡ് ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ആംബ്രസിലേക്ക് വരാം. ഇതിൻ്റെ ആംബ്രസിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കണ്ടു, ഒരു എൽ ഷേപ്പിലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിലാണ് ഇതിൻ്റെ സ്റ്റാൻഡിങ്ങിനും സിറ്റിങ്ങിനുള്ള ബട്ടൺ വരുന്നത്. ജസ്റ്റ് ഈ ബട്ടൺ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊങ്ങി വരും. നമ്മളെ ഇതിൽ ആളുണ്ടെങ്കിൽ ആളെ വെച്ചുകൊണ്ട് എന്തായും നിവർന്ന് നിൽക്കുന്ന സ്റ്റേജിലേക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണ്ടത് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റൊക്കെ നിൽക്കുന്ന ആളുകൾ ആദ്യം പകുതി നിന്ന് നോക്കുക, അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് നിൽക്കുക, കുറച്ച് സമയം നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇരിക്കുക. അങ്ങനെ ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് ഇത് നിവർന്ന് നിൽക്കുന്ന പോലെ ആയിട്ടുണ്ട്. നമ്മൾ കാലിൻ്റെ മുട്ടിവിടെ ലോക്കാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് അടിയിൽ പോയിട്ട് കുത്തി നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും മുന്നിലേക്ക് ഇതൊരിക്കലും പോകത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നിൽക്കുന്ന സമയത്ത് എപ്പോഴും വീൽ ചെയർ ബ്രേക്ക് ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും ഇത് മുന്നിലേക്ക് പോകത്തില്ല. എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെ ഈ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഇവിടെ ലോക്കായിട്ടാണ് ഉണ്ടാവുക. ഇതൊന്നും എങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ ലോക്കായിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ മുന്നിലേക്ക് സ്വിച്ച് ചെയ്ത ബട്ടൺ എന്ത് ചെയ്യുക, നേരെ ബാക്കിലേക്ക് സ്വിച്ച് ചെയ്യുക. ബാക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇത് സിറ്റിംഗ് മോഡിലേക്ക് വരും. അപ്പോൾ അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്തായിട്ട് ആളെ ഇരുത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാനുവലി ഉരുട്ടി കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് പൊങ്ങി നിൽക്കാം എന്നുള്ളതാണ്. ഒരിക്കലും ഇതിൽ ആൾ നിന്നുകൊണ്ട് മൂവിങ് സാധ്യമല്ല. കാരണം ആളിതിൽ നിൽക്കുമ്പം ഫൂട്ട് റെസ്റ്റ് നിലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇരുന്നതിൻ്റെ ശേഷം മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മൂവ് ചെയ്ത് പോയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് പൊങ്ങാം എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ കുറച്ച് പൊങ്ങിയിട്ട് ഇപ്പം ഫസ്റ്റൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് പൊങ്ങിയിട്ടൊന്ന് നിർത്തുക, ഈ സ്റ്റേജിൽ നിർത്താം. അതുപോലെ കുറച്ചുകൂടി പിന്നെയും വർക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു പകുതിയൊക്കെ സ്റ്റാൻഡ് ചെയ്തിട്ട് വീണ്ടും നിർത്താം. അപ്പം അങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നിർത്താം എന്നുള്ളതാണ് ഈ വീൽ ചെയറിൻ്റെ പ്രത്യേകത. അപ്പോൾ നിയോ മോഷൻ്റെ നിയോ സ്റ്റാൻഡിങ് എന്നുള്ള വീൽ ചെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്റ്റീവ് വീൽ ചെയർ പോലെ നമ്മൾ നിയോ ഫ്ലൈഡൊക്കെ പോലെ തന്നെ റിമ്മും കാര്യങ്ങളും ടയറൊക്കെ വന്നുകൊണ്ട് ഒരു ആക്റ്റീവ് വീൽ ചെയർ പോലെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്രെയിമിൽ അടിപൊളിയായിട്ടുള്ളൊരു വീൽ ചെയറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിയോ ഫ്ലൈനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ സ്റ്റാൻഡിങ് വരുന്നില്ല, ഇതിൽ സ്റ്റാൻഡിങ് കൂടിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിയോ മോഷൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും സ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽ വീൽ ചെയറാണ് നിയോ മോഷൻ്റെ നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റാൻഡിങ് വീൽ ചെയർ. അപ്പോൾ നമ്മൾ നിയോ സ്റ്റാൻഡിലേക്ക് മാറിയിരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബെൽറ്റ് ചെയ്യണം. ബെൽറ്റ് എന്നിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പല ആൾക്കാർക്കുമ്പോൾ പല ഹൈറ്റിലായിരിക്കും. ഇപ്പോൾ ഇത് വേറൊരാളുടെ അളവിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് നമുക്ക് മെഷർ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ ഫുള്ളായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ നീ ലോക്ക് ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ മുട്ടിനനുസരിച്ച് ഇവിടെ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. 2 ദിവസം ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ പാദമൊക്കെ കറക്റ്റ് ഇരിക്കും. ഞാൻ കുറേ കാലമായിട്ട് നിൽക്കാത്തതുകൊണ്ട് എൻ്റെ പാദം കറക്റ്റ് ഇരിക്കില്ല, ചെരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് നിൽക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ, ഇതേപോലെ ജസ്റ്റ് പൊങ്ങി വരും. അപ്പോൾ ഇതേപോലെ പതിയെ 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 നിന്ന് പഠിക്കണം. ആദ്യം കുറച്ച് നിൽക്കുക, പിന്നെ കുറച്ച് അധികം നിൽക്കുക. അപ്പോൾ ഞാനൊരു പകുതിയോളം പൊങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് കുറച്ചുകൂടി പൊങ്ങാനുണ്ട്. കാരണം ഫുള്ളായിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പാദം ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ട്. കാരണം ഞാൻ നിൽക്കാത്ത ഒരാളാവുകൊണ്ട് നമുക്ക് അതിന് പറ്റുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന പാദം കറക്റ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പേടിയില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിൽക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ പതിയെ 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 നമുക്കിങ്ങനെ പൊങ്ങി 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 വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കാൻ പറ്റുവെച്ചാൽ അത്ര, ഞാൻ ഇപ്പോൾ പറ്റുന്ന അത്രയൊക്കെ നിന്നിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് നിൽക്കാൻ പറ്റുക. അപ്പോഴേക്കും എൻ്റെ പാദം ഒന്ന് കാണിച്ചാൽ, പാദം സൂം ചെയ്ത് കാണിച്ചാൽ എൻ്റെ പാദം അവിടെ വളഞ്ഞു പോകുന്നതുകൊണ്ടാണ് എനിക്കതിന് പറ്റാത്തത് കണ്ടോ. ഇതേപോലെ പാദം കറക്റ്റായിട്ടുള്ള സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇരിക്കാനും സുഖമായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു പകുതിയിൽ അധികം ഹൈറ്റിൽ നിന്നിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ
ഇതിലിങ്ങനെ നിന്നിട്ട് ഇതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, നല്ല സ്റ്റെബിലിറ്റിയാണ്. കാലിൻ്റെ മുട്ടോടെ കറക്റ്റ് ലോക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാനും ഇരിക്കാനും വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറാണ്. അപ്പം എനിക്ക് പറ്റുന്ന അത്ര നിന്നിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ചിരിക്കാൻ പോകണം. ഞാൻ ഇരിക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. കാരണം ഈ ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട്, നമ്മൾ പിടിക്കൊന്നും വേണ്ട, സുഖമായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം, അതുപോലെ തന്നെ നിൽക്കാം. നമുക്ക് വേണ്ട രൂപത്തിൽ ഇപ്പം ഇവിടെ വെച്ചിട്ട് നിർത്തണമെങ്കിൽ നിർത്താം, വേറെ എങ്ങോട്ടും ഇത് പോകുന്നില്ല കണ്ടോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽറ്റ് ഷോൾഡറിൻ്റെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇത് വേറൊരാൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അയാളുടെ മെഷർമെൻറ്റിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫുഡ് റെസ്റ്റൊക്കെ താഴേക്ക് നീക്കി വെച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും വാങ്ങിയതിന് ശേഷം. എൻ്റെ ഫുഡ് റെസ്റ്റ് കുറച്ച് താഴേക്ക് വെക്കാം, അതുപോലെ തന്നെ നീലോക്ക് നമുക്ക് കൂട്ടും കുറക്കുകയോ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ കൈയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ പറ്റുന്ന വീൽ ചെയറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള വീൽ ചെയറാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ കബോർഡിൻ്റെ ഭാഗത്ത് വെച്ച് നമുക്ക് പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, എന്നിട്ട് ആദ്യം നമ്മൾ വീൽ ചെയർ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്വിച്ച് ഇട്ട് വെച്ചാൽ ഇതിങ്ങനെ പൊങ്ങും. നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, തിരിച്ചിരിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയറാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിന്നുകൊണ്ട് ഇതിലൊരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. ഇരുന്നതിൻ്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ സുഖമായിട്ട് ഉരുട്ടി എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് വീൽ ചെയർ ശ്രേണിയിൽ വരുന്ന നിയോ സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് വീൽ ചെയർ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിതിൽ നിൽക്കാൻ പറ്റാത്തത് ഇത് വേറൊരാളെ മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ഫുഡ് റെസ്റ്റൊക്കെ ഇതിൽ ഊരി മാറ്റി താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഏകദേശം മെഷർമെൻറ്റ് ഫിറ്റായിട്ടുള്ള നമ്മളെ വിഷ്ണുവിനെ ഇതിൽ നിർത്താൻ പോവുകയാണ്. ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ജോയ്സ്റ്റിക്കിലെ സ്വിച്ച് മാത്രം അമർത്തിക്കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്റ്റാൻഡിങ് വീൽ ചെയറാണ്. ഒരു സെക്യൂരിറ്റി പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, കാരണം ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ എണീറ്റ് നിൽക്കാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് ഇരിക്കാനും പറ്റും. കാണുന്ന പോലെ അതിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് നീളം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ നെട്ടും ബോൾട്ട് കഴിച്ച് ജസ്റ്റ് താഴേക്കും മുകളിലേക്കൊക്കെ ആക്കാൻ പറ്റും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ഇതിൽ വരുത്താൻ പറ്റും. ഈ കാണുന്ന പോലെ വളരെ ഈസി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന വീൽ ചെയറാണ് നിയോ മോഷൻ്റെ നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡിങ് വീൽ ചെയർ. കാണുന്ന പോലെ എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ വീൽ ചെയർ. അപ്പോൾ നിയോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയറാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.